നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒന്നാണ്. സംഭവിച്ചിട്ടുണ്ടാവും. ഇനിയും സംഭവിക്കാം. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ചെറിയൊരു കഥ പോലെ അത് അവതരിപ്പിച്ചിട്ട് അത് കേട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാം. ഒരു സ്ഥലത്ത് ഒരു പൂവുണ്ടായിരുന്നു. മനോഹരമായ ഒരു പൂവ്. ഈ പൂവിൻ്റെ അടുത്ത് ഒരു ദിവസം ഒരു വണ്ട് തേൻ കുടിക്കാൻ ചെല്ലുകയാണ്. അപ്പോൾ ഈ തേൻ കുടിക്കാൻ ചെന്നപ്പോൾ പൂവ് ചോദിക്കുകയാണ്, നീ ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പൂവ് ഞാനല്ലേ? അതല്ലേ നീ എന്നെ തേടി വന്നത് തേൻ കുടിക്കാൻ എന്ന് പൂവ് ചോദിക്കുകയാണ്. അപ്പോൾ വണ്ട് പറഞ്ഞു, ഇതിന് മറുപടി ഞാൻ നാളെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് തേനും കുടിച്ചിട്ട് വണ്ട് ദൂരേക്ക് പറന്നു. പിറ്റേ ദിവസവും ഈ വണ്ട് പൂവിൻ്റെ അടുത്ത് തേൻ കുടിക്കാൻ വന്നു. അപ്പോഴും പൂവ് ആ ചോദ്യം ആവർത്തിക്കുകയാണ്, നീ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പൂവ് ഞാനല്ലേ? അതുകൊണ്ടല്ലേ നീ എന്നെ തേടി വന്നത്? അപ്പോൾ വണ്ട് പറയാണ്, ഇതിന് ഉത്തരം ഞാൻ നാളെ പറയാം എന്നും പറഞ്ഞു തേൻ കുടിച്ചിട്ട് വണ്ട് വീണ്ടും പറഞ്ഞു. പിറ്റേ ദിവസവും ഈ പൂവിൻ്റെ അടുത്ത് തേൻ കുടിക്കാൻ വരുന്നു വണ്ട്. അപ്പോഴും ഇപ്പോൾ പൂവ് വാടി നിൽക്കുകയാണ്. പൂവിലാണെങ്കിൽ തേനുമില്ല. അപ്പോൾ ആ വണ്ട് പൂവിനോട് പറയാണ്, ഞാൻ നിന്നെ തേടി വന്നത് നിൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, നിന്നിൽ തേനുള്ളത് കൊണ്ടായിരുന്നു ഞാൻ നിന്നെ തേടി വന്നത്. ഇനിയിപ്പോൾ തേനില്ലാത്ത നിന്നെ തേടി ഞാൻ വരില്ല, ഒരിക്കലും വരില്ല എന്നും പറഞ്ഞ് വണ്ട് ദൂരേക്ക് പറന്നു പോകുന്നു. ഈ സംഭവം എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ ഇടയിലുള്ള ആളുകളിൽ ഇതുപോലത്തെ ആളുകൾ ഉണ്ടാവും. കാരണം അവർ നമ്മളെ ചുറ്റിപ്പറ്റി നിന്ന് അവരുടെ കാര്യം കണ്ടു കഴിയുമ്പോൾ നൈസായിട്ട് ഇവന്മാർ പതുക്കെ നമ്മിൽ നിന്ന് പിന്മാറി പോകാറുണ്ട്. ഇല്ലേ? നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ അനുഭവം? കമൻറ്റ് ബോക്സിൽ കുറിക്കണേ. പിന്നെ അതുകൊണ്ട് നമ്മളുടെ ചുറ്റുവട്ടത്ത് മാത്രമല്ല, ഫേസ്ബുക്കിലുണ്ട് ഇപ്പോൾ ഇതുപോലത്തെ ആളുകൾ. അവരുടെ പണി എന്താണെന്നറിയും, നമ്മളോട് ഫോളോ ചെയ്യാൻ പറയും, നമ്മൾ ഫോളോ ചെയ്യും, അവരും ഫോളോ ചെയ്യും. ഫോളോ ചെയ്ത് ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇവർ നമ്മളെ പതുക്കെ നൈസായിട്ട് അൺഫോളോ ചെയ്ത് പോകും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇന്നാണ് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറയണത് ഞാൻ കേട്ടതാണ് ഫേസ്ബുക്കിൽ. ആ പെൺകൊച്ച് 200 പേര് എന്തോ ഇതിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ തിരിച്ച് അവർ 100 പേരിൽ താഴെയാണ് ഫോളോ ചെയ്തത്. അന്ന് മാത്രമല്ല, ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരുത്തർ അൺഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇത് 2 പേർക്കും ആവശ്യമുള്ളതല്ലേ? നമുക്കും എനിക്കും നിങ്ങൾക്കും ഒക്കെ ആവശ്യമുള്ളതാണ് പരസ്പരം സഹകരണം. ഇതില്ലാതെ നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം? എന്നിട്ട് എല്ലാവരും ഫേസ്ബുക്കിൽ കുറിച്ചിടും, നമുക്ക് മുന്നോട്ട് പോകാം, പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകാം. പക്ഷെ മിക്കവരും ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ട്, ചെയ്ത് കഴിഞ്ഞ ശേഷം ഇങ്ങനെയും വരുന്നുണ്ട് ചില സമയത്ത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് പറയാം, കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു.